ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്താണെന്നുള്ളത്. എന്നും നമ്മൾ ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു വീഡിയോസ് അല്ല ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഏകദേശം 1.25 കിലോ റൈസ് വെച്ചിട്ടുള്ള ഒരു തനി നാടൻ മലപ്പുറം സ്റ്റൈലിലുള്ള ഒരു ദം ബിരിയാണിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. തക്കാളി, അതുപോലെ സവാള എല്ലാം നമ്മൾ ചോപ്പ് ചെയ്തതാണ്. എന്നതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നീട് നമ്മളുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഈ 3 ഐറ്റംസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മുടെ തനി നാടൻ എന്താ പറയുക തൈരാണ് നമ്മൾ അതിലോട്ട് ഉറ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2-3 ടീസ്പൂണ് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ തിളക്കുന്ന സമയത്തിൽ നമ്മളത് അതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈ ആക്കുന്ന ചട്ടിയുടെ ഭാഗം എങ്ങനെയാണെന്നുള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നീട് അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം വേറൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഈ ഒരു 1.25 കിലോ റൈസും ചിക്കനും എല്ലാം കൂടി വേവുന്ന രീതിയിലുള്ള ഒരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ ഓയിലൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിന് ശേഷം അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചാണ് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുള്ളതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ ചിക്കൻ അധികം വേവാനൊന്നുമില്ല. ഏകദേശം നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ ബാക്കി മസാലകളെല്ലാം റെഡി ആയതിനു ശേഷം ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ്, സാദാ അരി എങ്ങനെയാണോ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് അതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ്. ആ റൈസ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളുടെ ചപ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പ് ബാലൻസ് ഉള്ളത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും ചപ്പിട്ട് കൊടുക്കുക. ലാസ്റ്റ് ഒരു ഫൈനലിൽ നമ്മൾ വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ദമ്മിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഇതാണ് കേട്ടോ. ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.